ഹായ്, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. 2025 നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും നമ്മൾ ആസ്വദിച്ചതുമായ 10 മലയാള സിനിമകൾ, ബെസ്റ്റായ 10 മലയാള സിനിമകൾ അതേതൊക്കെയാണ്? അത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും പരസ്പരം ചർച്ച ചെയ്തതുമായിട്ടുള്ള ലിസ്റ്റാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. 2025 ബെസ്റ്റ് മലയാള സിനിമകൾ. ഇതിൽ 10ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത് കുഞ്ചാക്ക ഗോപൻ്റെ ഒരു ക്രൈം ത്രില്ലർ പോലീസ് സ്റ്റോറിയാണ്. 9ാം സ്ഥാനം രേഖാചിത്രം. വ്യത്യസ്തമായ പ്രമേയമുള്ള ഒരു സിനിമ. അനശ്വര രാജനാണ് ഹീറോയിൻ. നമ്പർ 8 ആലപ്പുഴ ജിംഖാന. നെസ്ലിൻ്റെ ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് സിനിമ. നമ്പർ 7 ഹൃദയപൂർവം. ഒരു ലാലേട്ടൻ ചിത്രം. പ്രണയവും കുടുംബ ബന്ധങ്ങളും പ്രമേയമാക്കിയ സത്യൻ അന്തിക്കാട് ചിത്രം. നമ്പർ 6 ഡൈസ് ഇറ. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്, സ്റ്റാറിംഗ് പ്രണവ് മോഹൻലാൽ. നമ്പർ 5 കളങ്കാവിൽ. സാമൂഹിക പ്രശസ്തിയുള്ള ഒരു വിഷയം. മമ്മൂട്ടിയുടെ അഭിനയ ചാതുര്യം പ്രകടിപ്പിച്ച് നിറഞ്ഞാടുന്ന ഒരു സിനിമ. നമ്പർ 4 സർവം മായ. സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒന്ന്. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. അഖിൽ സത്യൻ്റെ രസകരമായ ഡയറക്ഷൻ. നമ്പർ 3 തുടരും. ഒരു ഫാമിലി ഡ്രാമയും സസ്പെൻസും നിറഞ്ഞ സിനിമ. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒന്നിച്ച സിനിമ. തരുൺ മൂർത്തിയുടെ ഡയറക്ഷൻ. വില്ലനായി പ്രകാശ് വർമ്മ നിറഞ്ഞാടിയിരിക്കുന്നു. നമ്പർ 2 L2 എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം. ഇത് പകുതിയോളം പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയും ബാക്കി പകുതി നിരാകരിക്കുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾ ഇതിന് 2ാം സ്ഥാനം കൊടുക്കുന്നു. നമ്പർ 1. ഇനി 1ാം സ്ഥാനത്തേക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരാണ് സ്റ്റാറിംഗ്. ഇതിലെ 2ാം പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ. എല്ലാം കൊണ്ടും ഗംഭീരമായ ഒരു സിനിമ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളെ അറിയിക്കുക. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.